യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി. യോഗദീപ്തി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സംഗീത രാഘവൻ, ആയുർവേദിക് കൺസൾട്ടന്റ്, കാര്യമ്പാടി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ലോ ബാക്ക് ഏക്ക് അഥവാ നടുവേദനയിൽ ശീലിക്കാൻ അനുയോജ്യമായ യോഗാസനങ്ങളെ പറ്റിയാണ്. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സാധാരണയായി പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ വരുന്ന ഒരസുഖമാണ് നടുവേദന. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. കൂടുതൽ ഭാരം എടുക്കുന്ന ജോലിക്കാർ, സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുറേ അധിക സമയം ഇരിക്കേണ്ടി വരുന്നവർ, ഡ്രൈവർമാർ, അമിത ഭാരമുള്ളവർ, അതുപോലെ തന്നെ പോഷകാഹാരക്കുറവുള്ളവർ, സ്ത്രീകൾക്ക് പൊതുവെ ഗർഭധാരണത്തിലും പ്രസവശേഷവും ഒരു 45 വയസ്സ് കഴിഞ്ഞും നടുവേദന കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ പെട്ടെന്ന് ഒരു വീഴ്ച മൂലമോ ഒരു ആക്സിഡന്റിന് ശേഷമോ ഡിസ്കിനും നട്ടലിനും വരുന്ന ഡാമേജ് കൊണ്ടും നടുവേദന വരുന്നു. ഈ അവസ്ഥയിലൊക്കെ ആദ്യം വേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ യഥാർത്ഥ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. മരുന്നുകളെ പോലെ തന്നെ പ്രധാനമാണ് എല്ലുകളുടെയും പേശികളുടെയും പുനഃസ്ഥാപനം അഥവാ റീഹാബിലിറ്റേഷൻ. ഇതിനായി വ്യായാമ മുറകളും യോഗാസനങ്ങളും നല്ലൊരു പരിഹാരമാർഗമാണ്. യോഗ ശരീരത്തെയും മനസ്സിനെയും ഒരുമിപ്പിച്ച് നിർത്തി ശരീരത്തെ ഒരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നു. യോഗാസനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം മാത്രം ആരംഭിക്കുക. വെറും വയറ്റിലോ ഭക്ഷണം പൂർണ്ണമായി ദഹിച്ച ശേഷം മാത്രമോ യോഗ ചെയ്യാൻ ശ്രദ്ധിക്കുക. സന്ധികൾക്ക് വഴക്കം കിട്ടാവുന്ന ചെറിയ വ്യായാമങ്ങൾ ചെയ്ത ശേഷം യോഗാസനങ്ങൾ തുടങ്ങാവുന്നതാണ്. ആദ്യമായി ചെയ്യുന്നവർ ഒരു യോഗ ഇൻസ്ട്രക്ടറുടെ കീഴിലോ യോഗ പരിജ്ഞാനമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമോ യോഗ ചെയ്യാൻ തുടങ്ങാവുന്നതാണ്. ഇനി നടുവേദനയിൽ യോഗ എങ്ങനെ പ്രയോജനമാകുന്നു എന്ന് നോക്കാം. നടുവേദന ഉള്ളവർ യോഗ ചെയ്യുമ്പോൾ പേശികൾക്ക് നല്ല ബലവും വഴക്കവും ലഭിക്കുകയും നട്ടെല്ലിലെ കശേരുക്കൾ പൂർവ്വസ്ഥിതിയിലായി വേദനയ്ക്ക് വളരെ ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. പുറത്തേക്ക് തള്ളി വരുന്ന ഡിസ്കിന് കുറച്ചെങ്കിലും ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത യോഗയിലൂടെ കിട്ടുകയും ചെയ്യുന്നു. ഇനി നട്ടെല്ലിലെ സർജറി കഴിഞ്ഞവരോ അല്ലെങ്കിൽ സർജറിക്ക് വിധിച്ചവരോ കൂടുതലായി ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ IVDP പോലുള്ള അവസ്ഥയുള്ളവരോ ഇത്തരം യോഗാസനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് നടുവേദനയ്ക്ക് പ്രധാനമായും ചെയ്യാവുന്ന കുറച്ച് യോഗാസനങ്ങൾ പരിചയപ്പെടാം. വളരെ സാവധാനമായി ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ആസനങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് സാധിക്കുന്ന രീതിയിൽ മാത്രം ഓരോ യോഗ പോസ്ചറും ചെയ്യുക. എവിടെ നിങ്ങൾക്ക് വേദന തോന്നുന്നതോ അവിടെ നിർത്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരാവുന്നതാണ്. ശരീരത്തിന് ഒട്ടും ആയാസം ഏൽക്കുന്ന പോലെ യോഗ ചെയ്യരുത്. ആദ്യമായി ഭുജംഗാസനം അഥവാ കോബ്ര പോസ്. ഇത് ചെയ്യുന്ന മൂലം നട്ടിലിന് അയവും പുറത്തെ മസിലുകൾക്കും ഞരമ്പുകൾക്കും പുഷ്ടിയും ബലവും വർദ്ധിക്കുന്നു. നടുവേദനയ്ക്ക് നല്ല രീതിയിൽ ശമനം ലഭിക്കുന്നു. ഹെർണിയ, പെപ്റ്റിക് അൾസർ, ഹൈപ്പോതൈറോയിഡിസം എന്നിവയുള്ളവർ ഈ ആസനം ഒഴിവാക്കുക. ആദ്യമായി ഒരു പായിലോ അല്ലെങ്കിൽ ഒരു യോഗ മാറ്റിലോ കമിഴ്ന്ന് കിടക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കാൽ വിരലുകൾ പുറത്തേക്ക് നീട്ടി വയ്ക്കുക. കൈകൾ തോളിൻ്റെ ഇരുവശങ്ങളായി പതിച്ചു വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് പൊക്കിൾ വരെ ഉയർന്നു വരിക. തല ഉയർത്തി മുകളിലേക്ക് നോക്കുക. കുറച്ചു നേരം ഇതേ അവസ്ഥയിൽ തുടരുക. മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് വരിക. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് മലർന്നു കിടന്ന് വിശ്രമിക്കുക. ഇതൊരു 5 മുതൽ 8 തവണ ആവർത്തിക്കുക. അടുത്തതായി പാർശ്വമേരുദണ്ഡാസനം. ഇതിൻ്റെ ഗുണങ്ങൾ: അരക്കെട്ടിനും കഴുത്തിനും നല്ല അയവും ബലവും കിട്ടുന്നു. വണ്ണം കുറയാനും ഇത് വളരെ നല്ലതാണ്. ആദ്യമായി മലർന്നു കിടക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ചുമലിന് വശങ്ങളിലായി നിവർത്തി വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി പാദം ഇരുവശങ്ങളായി വയ്ക്കുക.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കാലും ഒരുമിച്ച് വലതുവശത്തേക്ക് ചരിച്ച് നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക. ഇതേ സമയം തല ഇടതുവശത്തേക്ക് ചരിച്ച് ഇടതു കൈയിന്റെ അറ്റത്തേക്ക് നോക്കുക. ഈ പോസ്റ്ററിൽ ഒരു 30 സെക്കൻഡ് തുടരുക. പിന്നീട് സാധാരണ ശ്വാസോച്ഛ്വാസം തുടരുക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് വിശ്രമിക്കുക. മറുവശവും ഇത് ആവർത്തിക്കുക. ഇങ്ങനെ ഒരു 3-5 തവണ ചെയ്യാവുന്നതാണ്. അടുത്തതായി സേതുബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ്. ആദ്യമായി മലർന്നു കിടക്കുക. കാൽമുട്ടുകൾ മടക്കി പാദങ്ങൾ തറയിൽ ഉറപ്പിച്ച് കിടക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ട് പതിയെ പറ്റാവുന്നത്ര ഉയർത്തുക. കൈകൾ ഉപ്പൂറ്റിയിൽ ചേർത്ത് പിടിക്കുക. ഇതേ സമയം ഈ സ്ഥിതിയിൽ ഒരു 30 സെക്കൻഡ് തുടരുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അരക്കെട്ട് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരിക. കാലുകൾ നിവർത്തി വെച്ച് വിശ്രമിക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ അരക്കെട്ടിലെ മസിലുകളെ ശക്തിപ്പെടുത്താനും കഴുത്ത്, ഷോൾഡർ എന്നിവയ്ക്ക് നല്ല അയവ് വരുത്തുവാനും സഹായിക്കുന്നു. അടുത്തത് മാർജാരാസനം. ഇതൊരു പൂച്ച ശരീരം തൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പൊക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ആയതുകൊണ്ടാണ് ഇതിന് മാർജാരാസനം എന്ന പേര് വന്നത്. ഇതിൽ ആദ്യം 2 കൈയും നിലത്തുകുത്തി 2 കാൽമുട്ടുകളും നിലത്തുകുത്തി നിൽക്കുക. ശേഷം നട്ടെല്ലിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി തല മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് നട്ടെല്ല് മുകളിലേക്ക് ഉയർത്തി തല താഴ്ത്തുക. ഈ സ്ഥിതിയിൽ ഒരു 30 സെക്കൻഡ് തുടരുക. പിന്നീട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക, വിശ്രമിക്കുക. 3-4 തവണ ഇത് ആവർത്തിക്കാവുന്നതാണ്. ഇതും നടുവേദനയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമാണ്. ഇതുപോലെ തന്നെ നടുവേദനയിൽ ഉപയോഗപ്പെടുത്താവുന്ന മറ്റ് ആസനങ്ങളാണ് പവനമുക്താസനം, ശലഭാസനം, ഉത്താനപാദാസനം, ബാലാസനം, കടിചക്രാസനം എന്നിവ. യോഗ പരിജ്ഞാനമുള്ള ഒരാളുടെ കീഴിൽ ഇതെല്ലാം പരിശീലിക്കാവുന്നതാണ്. യോഗാസനം എന്നാൽ ശരീരത്തെയും മനസ്സിനെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു വ്യായാമ മുറയാണ്. ശരിയായ രീതിയിൽ തുടർച്ചയായി പരിശീലിച്ചാൽ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും മാറ്റുന്നതിനും ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉന്മേഷം ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും യോഗയിലൂടെ നല്ലൊരു ജീവിതശൈലി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗദീപ്തി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ വനിതാ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് തെറാപ്യൂട്ടിക് യോഗ എന്ന വിഷയത്തിൽ പലവിധ രോഗങ്ങൾക്കനുസൃതമായ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തുന്ന പരിപാടി യോഗദീപ്തി.